ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പുണർദം ചതുശതവും തൃക്കൂർ അരിയളവും നടന്നു. കോട്ടയം കിഴക്കേ കോവിലകത്തെ അമ്മ രാജയ്ക്കും 4 ഊരാളന്മാരുടെ തറവാടുകളിലെ സ്ത്രീകൾക്കുമാണ് തൃക്കൂർ അരിയളവ് നടത്തുന്നത്. പെരുമാളുടെ അനുഗ്രഹമാണ് തൃക്കൂർ അരിയളവിലൂടെ ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം. അപൂർവങ്ങളായ ചടങ്ങുകളാലും പൂജാരീതികളാലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് കൊട്ടിയൂർ അക്കരെ സന്നിധി. വൈശാഖ മഹോത്സവത്തിലെ രണ്ടാമത്തെ പായസ നിവേദ്യമായ പുണർദം ചതുശതവും തൃക്കൂർ അരിയളവുമാണ് ബുധനാഴ്ച നടന്നത്. കോട്ടയം കിഴക്കേ കോവിലകത്തെ അമ്മരാജയ്ക്കും 4 ഊരാളന്മാരുടെ തറവാടുകളിലെ സ്ത്രീകൾക്കുമാണ് തൃക്കൂർ അരിയളവ് നടത്തുന്നത്. ഉച്ചശീവേലിക്കും വലിയ വട്ടളപ്പായസ നിവേദ്യത്തിനും ശേഷം ശ്രീകോവിലിൽ വച്ചാണ് കോട്ടയം അമ്മരാജയ്ക്കുള്ള അരിയളവ് നടത്തിയത്. സൈഡില് തൃക്കൂറായുള്ള സ്വർണ്ണത്തളികയിൽ അളന്നു കിട്ടിയ അരി മേൽമുണ്ടിന്റെ അഗ്രത്തിൽ കെട്ടി തലയിലേറ്റി വാളറയിലും തിടപ്പള്ളിയിലും വണങ്ങിയ ശേഷം കിഴക്കേ നടയിൽ അമ്മാറക്കൽ തറയിലെത്തി ജന്മശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയ ശേഷമാണ് അമ്മരാജ സന്നിധാനം വിട്ടത്. പെരുമാളുടെ അനുഗ്രഹമാണ് തൃക്കൂർ അരിയളവിലൂടെ ലഭിക്കുന്നതെന്നാണ് വിശ്വാസം. രോഹിണി ആരാധനയ്ക്ക് ശേഷം ആയില്യം നാളിന് മുൻപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും തൃക്കൂർ അരിയളവ് നടക്കുക. പാരമ്പര്യ ഊരാള തറവാടുകളിലെയും ഏഴിലം തറവാടുകളിലെയും സ്ത്രീകൾ ഉത്സവത്തിനെത്തിയാൽ ഈ ചടങ്ങു കഴിഞ്ഞു മാത്രമേ മടങ്ങുകയുള്ളൂ. തൃക്കൂർ അരിയളവിലൂടെ പെരുമാളിന്റെ അനുഗ്രഹം ലഭിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് കരിമ്പനയ്ക്കൽ ചാത്തോത്ത് തറവാട്ടംഗമായ സ്മിത പറഞ്ഞു. വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ 4 തറവാട്ടുകാർ സ്ത്രീകൾ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തൃക്കൂർ അരിയളവ് എന്നാണ് ഇന്നത്തെ ചടങ്ങിന് അറിയപ്പെടുന്നത്. അത് 4 തറവാട്ടിലെ സ്ത്രീകൾക്ക് ഇന്നത്തെ ഒരു ദിവസം മാത്രം രാത്രിയാണ് നടക്കുക ചടങ്ങ്. ഇന്ന് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മണത്തണത്തെ 4 തറവാട്ടുകാർ കൂടാതെ 7 ഇല്ലക്കാർ അവരെ സ്ത്രീകളും ഇന്നാണ് വരിക. അവർക്ക് ഇവിടുന്ന് നിവേദ്യമായിട്ട് ശർക്കര, വെല്ലം, തേങ്ങ അതാണ് ലഭിക്കുക. ഇങ്ങനെയൊരു പെരുമാളെ അത്രയും വലിയ തിരക്കിലടക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ചടങ്ങായിട്ട് വരാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. 4 തറവാട്ടിൽപ്പെട്ട ആളായി തീരാൻ കഴിഞ്ഞതിൽ വലിയ പുണ്യമായിട്ട് വിശ്വസിക്കുന്ന എല്ലാവരും. പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഈ ഒരു ദിവസമല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. സ്ത്രീകളായ രീതിയിലുള്ള മുടക്കങ്ങൾ വരാം, അല്ലെങ്കിൽ വല്ല വാലായ്മ പോലെ അങ്ങനെ വന്നാൽ കുറേ വർഷങ്ങൾ വരാതെ ഇരിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം ഒരു തറവാട്ടുകാരുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള മുടക്കങ്ങളെല്ലാം അതിജീവിച്ച് വരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ വളരെയധികം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കൊട്ടിയൂർ. ഇന്നത്തെ ദിവസം വരിക, നമ്മളെല്ലാവരും ഉണ്ടാവും, അമ്മാവന്മാരെല്ലാവരും ഉണ്ടാവും. ഏറ്റവും പ്രായമുള്ളത് എൻ്റെ മൂത്ത വല്യമ്മയാണ്. വല്യമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. വല്യമ്മക്ക് 85 വയസ്സ്. അതിന് താഴെയുള്ളത് ഏറ്റവും ഇളയാളാണ്. അവർ വരെ ആൺകുട്ടിയൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു പ്രാവശ്യം അരി വാങ്ങാം. അതിനുശേഷം പിന്നെ ആൺകുട്ടികൾ വാങ്ങില്ല. അങ്ങനെയുണ്ട്. അവർക്ക് ചെറിയതാകുമ്പോൾ ഏറ്റവും അവർക്ക് നിന്ന് വാങ്ങാൻ പറ്റുന്ന പ്രായത്തിൽ ഒരു പ്രാവശ്യം വാങ്ങും. പിന്നെ അവർക്ക് വരും. കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീജനങ്ങൾക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവ് അരി സ്വർണ്ണത്തളികയിൽ നിന്ന് പകർന്നു നൽകും. തിരുവത്താഴത്തിന് ശേഷം 4 വീട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ വെച്ച് പാലക്കുന്നം സ്ഥാനികൻ അരി പകർന്നു നൽകി. മേൽമുണ്ടിലാണ് ഇവർ അരി ഏറ്റുവാങ്ങുന്നത്. 7 ഇല്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകുന്നു. അരി അളന്നു ലഭിച്ചവർ വേഗത്തിൽ സന്നിധാനത്തിന് പുറത്തു പോകണമെന്നും പിന്നീട് ഈ വർഷം അവരിലാരും ദർശനത്തിനായി അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുമാണ് ആചാരം.